ഇനി അവിടെ ഇത് പറയുമ്പം എല്ലാം പറയണമല്ലോ, പഴുതടച്ച് വേണമല്ലോ കാര്യം പറയാൻ. പാസ്റ്റർ, ഒരിക്കലങ്ങ് പാപമെല്ലാം കഴുകപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ചെയ്താലും പാപമില്ലെന്നാണോ? അങ്ങനല്ല പുസ്തകം പറയുന്നത്. നിങ്ങൾ 25-ാമത്തെ വാക്യം മോനെ ഒന്നുകൂടെ കാണിക്കാം. റോമർ 3:25. മലയാളം വായിക്കാൻ അറിയാവുന്നവരോ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോ. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ആ വാക്ക് കണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. രക്ഷിക്കപ്പെട്ട അന്നുവരെ ചെയ്ത പാപത്തെ ശിക്ഷിക്കാതെ വിട്ടെന്നായി പറയുന്നേ. രക്ഷിക്കപ്പെട്ട അനന്തരം ഉള്ള കട്ടം ബീഡിയും വലിച്ച് ഉള്ള ശമ്പൂവും തിന്ന് ഉള്ള ബിയറും അടിച്ച് തെക്കും വടക്കും നടന്നാൽ കുഴപ്പമില്ലെന്നാരും ചിന്തിക്കരുത് കേട്ടോ. ചില ആളുകൾ ചിന്തിക്കുന്നത് മിലിറ്ററി കോട്ട അടിച്ചാൽ കുഴപ്പമില്ലെന്നാ. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. കാരണം അത് ഗവൺമെന്റ് തരുന്നതാ, വിശുദ്ധമാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ചിലരുണ്ടല്ലോ ഇത് അടിക്കത്തൊന്നുമില്ല, അവിടെ വെച്ച് തന്നെ ഇതങ്ങ് വിൽക്കും. കോട്ട അവിടെ വെച്ച് തന്നെ വിൽക്കും. ഞാൻ അങ്ങോട്ട് നോക്കി പറയാത്തത്, ഈ പ്രസംഗകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുഖത്തിന്റെ ഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. സ്വതന്ത്രൻ. എൻ്റെ മോൾക്ക് ഇപ്പോൾ 22 വയസ്സുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുക. അപ്പോൾ അവൾക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാനിങ്ങനെ വായിച്ചോണ്ടിരിക്കുക. ഒരു 3 വീലുള്ള സൈക്കിൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിലിങ്ങനെ കയറി കളിച്ച് എൻ്റെ മുന്നിൽ കമിഴ്ന്നടിച്ചങ്ങ് വീണു. പുള്ളിക്കാരി അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് നെഞ്ചത്ത് പറ്റിയ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് എന്നോട് പറയുക, ഇപ്പം മീനേനെ ഒന്ന് നെഞ്ചും കൂടെ അടിച്ച് തറ വീണിട്ടാണ് പറയുന്നത്, ഇപ്പോ മീനേനെ. സ്വതന്ത്രം. ഇത് പറഞ്ഞപ്പോ മുഖത്തൊരു ചമ്മിയ ചിരി ഉണ്ടായിരുന്നു. ഇതുപോലെയാ ചില പുള്ളികൾക്ക്. കോട്ട ഒക്കെ അവിടെ വെച്ച് തന്നെ വിൽക്കും, ഇരട്ടി വിലക്ക് വിൽക്കും. എന്നിട്ട് പിറ്റേ ആഴ്ച ടൈത്തും കൊണ്ട് വന്നേക്കാം. അച്ഛാ, കോട്ട വിറ്റ ടൈത്ത് ചർച്ചിന് ആവശ്യമില്ല. നിങ്ങളെന്നെ മിണ്ടാത്തേ. തൻ്റെ ഇടത്തോട്ടൊരു നല്ല ഹാലേലിയ പറഞ്ഞേ. പിന്നല്ല, കോട്ട വിട്ടിട്ട് കിട്ടുന്ന സ്വോത്ര കാഴ്ച കൊണ്ട് നീ ചർച്ച വരണ്ടാച്ചാ. കാരണം ഇത് കർത്താവിന് ഒക്കത്തില്ല. അത് ചർച്ചിലിടല്ലേ. നിങ്ങൾ മേടിച്ചിട്ട് പിന്നെ കർത്താവുമായിട്ട് തീർത്തോ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് നമ്മൾ പ്രസംഗിച്ചിട്ട് കോട്ട വിറ്റ പൈസയും കൊണ്ട് ടൈത്ത് ഇടാൻ പാന്ന് പറയാൻ പറ്റുമോ? അത് കൊണ്ടുവരണ്ട, അതിന്റെ ടൈത്ത് വേണ്ട. സ്തോത്രം. വിടുന്നില്ല. അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നേ, അന്ന് പാവമെല്ലാം മറച്ചു കളഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, എന്നാ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനല്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം തന്റെ പൊറുമയിൽ, ഈ വാക്യം എനിക്ക് കാണത്തക്ക വിധത്തിൽ നിൽക്കാൻ പറ്റുമായിരുന്നേ കൊള്ളായിരുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ, ആ മുൻകഴിഞ്ഞ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തേക്കണം. ശിക്ഷിക്കാതെ വിട്ട പാപം ഏതാ? ഉച്ചത്തിൽ പറ, ഏത് പാപം? ഒന്നുകൂടെ പറഞ്ഞു, ഏത് പാപം? മുൻകഴിഞ്ഞ പാപത്തെ ശിക്ഷിക്കാതെ വിട്ടു. സ്തോത്രം. ഞാൻ അങ്ങനെ പറയുമ്പം ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, എബ്രായ ലേഖനം 10:26. അവിടെ പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ, ഫുൾ ഗോസ്പൽ പിടികിട്ടിയ അനന്തരം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനന്തരം മനഃപൂർവം പാപം ചെയ്താൽ, ഈ പ്രൊജക്ടറൊക്കെ ഉള്ളത് കൊണ്ട് സ്തോത്രം, നമ്മൾ ഈ ബൈബിളും കൊണ്ട് കൺവെൻഷൻ ഒന്നും വരത്തില്ലല്ലോ, വന്നാൽ തുറക്കത്തില്ലല്ലോ. കുറച്ച് ആളുകളാണ് ഇതൊക്കെ തുറക്കുന്നത്. ബാക്കിയുള്ളവര് ഇത് കൊണ്ടുവന്നിട്ടുമില്ല, കൊണ്ടുവന്നോട്ട് തുറക്കത്തുമില്ല. ഈ പണ്ടാരണ്ട് പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ പറയും, നെയ്യപ്പം തിന്ന 2 ഗുണം എന്ന് പറയുന്ന പോലെ ഇപ്പം മൊബൈലിലുണ്ടല്ലോ എല്ലാം. അപ്പം മൊബൈലിലാണ് എല്ലാം. ബൈബിള് വേണേ നോക്കാം, ഫേസ്ബുക്കും കാണാം. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഇൻസ്റ്റയിലൊക്കെ കയറാം. ചർച്ചിനകത്തിരുന്ന കോഹ്ലി 6 അടിച്ചോ, മെസ്സി ഗോൾ അടിച്ചോ എന്നൊക്കെ നിനക്ക് തമ്പുരാൻ തല്ല് തരും, ഓർത്തോണം, പറഞ്ഞേക്കാം. ഹല്ലേലൂയ. ഭക്തി വേണം കേട്ടോ, ഭക്തി. ഇതിനകത്ത് കാണിക്കുന്ന ഓരോ പ്രകടനങ്ങളും ഭക്തിയെ ആസ്പദീകരിച്ചായിരിക്കുന്നത്. ഭക്തികേടും പ്രപഞ്ചമോഹം എന്നൊക്കെ പറഞ്ഞ് വേറെ പറയുന്നുണ്ട്, അത് വിശദീകരിക്കാൻ നേരം പോരാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്ത, ഇത് തറ വീഴോ? വീഴും. പക്ഷേ ഇപ്പൊ ഇത് തറ വീഴണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചാൽ പറ്റത്തുള്ളൂ. ഇതുപോലെയാ പാപങ്ങൾ ഭൂരിപക്ഷവും തീരുമാനിച്ചുറച്ച് ചെയ്യുന്നതാ.
പുസ്തകം അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, മനഃപൂർവമായിട്ടാണ് നീ പാപം ചെയ്യുന്നതെങ്കിൽ, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം, തെറ്റാണെന്ന് പുസ്തകം പറയുന്നത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ശങ്കയില്ലാതെ പാസ്റ്റർ അങ്ങനെ പലതും പറയുമെന്ന് പറഞ്ഞ് ഇതിനെ അവഗണിച്ചുകൊണ്ട് തെറ്റിലേക്ക് മനഃപൂർവം പാദം വെക്കുമ്പോ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവൻ മനഃപൂർവം പാപം ചെയ്യുകയാണ്. സ്വോത്രം. എക്ലീഷ്യ ചർച്ചിന്റെ ജനറൽ ക്യാമ്പ് ഇന്ന് രാത്രിയിൽ ഇവിടെ അവസാനിച്ച് നാളെ ആരാധന കൊണ്ട് ഇവിടുന്ന് പിരിയുമ്പോ ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് സത്യവുമായിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ജനപ്രിയ പ്രസംഗകനാകണ്ട, എനിക്ക് ദൈവത്തിന്റെ പ്രിയ പ്രസംഗകനായാൽ മതി. ജനപ്രിയനാകണമെങ്കിൽ ജനത്തിന് ഇഷ്ടമുള്ളത് പ്രസംഗിച്ചാൽ മതി. ഇന്ന് രാത്രി ജനത്തിന് ഇഷ്ടമുള്ളതല്ല ഞാൻ പറയുന്നത്, തമ്പുരാൻ ഇഷ്ടമുള്ള കാര്യം പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി രാമേ പറഞ്ഞേ, പോരാ 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 പോരാ. ശബ്ദം ഉയർത്തി. അപ്പൊ പാസ്റ്റർ, ഒരു പാപം ചെയ്തു പോയെങ്കിലോ, അബദ്ധത്തിലാണ് പാപം ചെയ്തതെങ്കിൽ 1 യോഹന്നാന്റെ ലേഖനം 2:1 പറയുന്നുണ്ട്, we have an advocate with the Father. സഹോദരന്മാരെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, മനഃപൂർവമായി എന്ന വാക്ക് എബ്രായർ 10:26 കൊണ്ട് ഇത് തമ്മിൽ വൈരുദ്ധ്യമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ അബദ്ധത്തിൽ എന്ന വാക്ക് ചേർക്കുക. മനഃപൂർവം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗമില്ല. അബദ്ധത്തിലാണ് ചെയ്തതെങ്കിൽ വിഷമിക്കണ്ട, നിനക്ക് തിരിച്ചു വരാം. We have an advocate with the Father. പിതാവിന്റെ അടുക്കൽ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു പാരക്ലീറ്റോസ്. ഹല്ലേലൂയ. സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, we have an advocate with the Father. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഒരു റിവൈവൽ ഉണ്ടാകണമെന്നൊന്നുമല്ല എൻ്റെ ആഗ്രഹം. ചിലരുടെ അകത്തൊരു ഉൾക്കിടിലം ഉണ്ടാകണം, ചിലരുടെ അകത്തൊരു ഭയം വ്യാപരിക്കണം. ഹല്ലേലൂയ. അപ്പോ അവിടുന്ന് നമ്മളെ നീതീകരിച്ചു. നമ്മളിപ്പോ ആരാണ്? നീതിമാന്മാർ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച എബ്രായ ലേഖനം 10:37 നിങ്ങൾ എന്താ വായിച്ചേ? എന്റെ നീതിമാൻ അല്ലേ? എന്റെ നീതിമാൻ. എല്ലാരും കൂടെ പറഞ്ഞേ. എന്നാ? ഒന്നുകൂടെ പറഞ്ഞേ. കർത്താവ് വിളിക്കുകയാണ്, എന്റെ നീതിമാൻ. എന്റെ നീതിമാൻ. എല്ലാരും കൂടെ പറഞ്ഞേ. എന്നാ? കർത്താവ് നമ്മളെ എന്റെ നീതിമാന്മാരെന്ന് വിളിക്കുമ്പോ നീതിമാൻ ആരുമില്ല എന്ന് പറഞ്ഞ ന്യായപ്രമാണം കൊണ്ട് ഇരിക്കണ്ട കേട്ടോ. നമ്മളെ വിളിച്ചേക്കുന്ന പേരെന്നാ? എന്റെ നീതിമാൻ. സ്തോത്രം. ആ ഫോണിങ് എന്ന് എനിക്കിതിങ്ങ് തരാമോ? പൈസ എന്നാ തരാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്റെയാ. എന്റെ എന്ന് പറഞ്ഞാൽ അതിനൊരു വൈകാരികതയുണ്ട്, അതിനൊരു ആധികാരികതയുണ്ട്, അതിനൊരു മുതൽ മുടക്കുണ്ട്. ഇതുപോലെയാ കർത്താവ് വിളിക്കുന്നത് നമ്മളെ. എന്റെ നീതിമാൻ, എന്റെ നീതിമാൻ. നമ്മൾ യേശുവിന്റെ നീതിമാന്മാരാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ നീതിമാന്മാരാണെന്നുള്ള ബോധത്തിൽ ഉച്ചത്തിൽ ഇടി വെട്ടുന്നത് പോലെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ കർത്താവിന്റെ നീതിമാന്മാരാ. അടുത്ത വാക്ക് കണ്ടോ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്ന പദം ഉണ്ടല്ലോ, അതിനെ 3 വ്യത്യസ്ത ശൈലികളിൽ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, എന്റെ നീതിമാൻ
വിശ്വാസം കൊണ്ട് ജീവിക്കും. 2, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. 3, എന്റെ നീതിമാൻ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. വിശ്വാസം കൊണ്ട് ജീവിക്കും, വിശ്വാസത്തിൽ ജീവിക്കും, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. അതെങ്ങനെ പാസ്റ്ററെ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നത്? വിശ്വാസം കൊണ്ട് ജീവിക്കുന്നത് നമ്മൾ പാടുന്ന ഒരു ആരാധനാ ഗാനമുണ്ട്. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പം സാരമില്ല. ഒന്നിച്ചു ആർപ്പിട്ട വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. ഒന്നിച്ചു ആർപ്പിടുമ്പോ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കല്ലറയുടെ മുന്നിൽ 4 നാളായി. ലാസറിന്റെ സഹോദരിമാര് പറയുന്നു നാറ്റം വെച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നത് നാറ്റം അടിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഈ സെല്ലാറിനകത്ത് അടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ അളവിൽ പണിതെടുത്ത ഒരു സ്ലാബ് അല്ലേ, പശ കുറച്ച് പേപ്പർ നനച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് സിമെന്റ് തേച്ച് എയർ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ബോഡി അടക്കുന്നത്. അതുകൊണ്ട് നാറ്റമൊന്നും പുറത്തോട്ട് വരത്തില്ല. എന്നാൽ അന്ന് കല്ലറ കല്ലിൽ വെട്ടിയെടുത്തതായതുകൊണ്ടും അതിൻ്റെ മൂടി കല്ലുകൊണ്ടായതുകൊണ്ടും ഇന്നത്തെ പോലെ മിഷൻ കട്ടൊന്നും അല്ലല്ലോ, എയർ ടൈറ്റ് ആക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ കല്ലറയുടെ മുന്നിൽ ചെന്നപ്പോൾ നാറ്റം വന്നിട്ടുണ്ട്, നാറ്റം വന്നിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയില്ല, കാരണം നാറ്റം വന്നു. അവിടെ യേശു പറയുന്നത് വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും. അവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നെഗറ്റീവാണ്, റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവാണ്. പക്ഷെ നീതിമാനുണ്ടല്ലോ, ആ റിപ്പോർട്ടുകളിലല്ല നോക്കുന്നത്. അവൻ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവനാണ്. അവൻ വിശ്വാസത്തിൽ ആശ്രയിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും. യെരിഹോ മതിലിന്റെ വലിപ്പം ഒരു വിഷയം തന്നെയാണ്. പക്ഷെ വിശ്വസിക്കുന്നവൻ അതൊരു വിഷയമല്ല, അത് താഴെ വരുമെന്നുള്ളതാണ് അവന്റെ ബോധ്യം. ചെങ്കടൽ ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവന് ഒരു 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 തിരിച്ചറിവുണ്ട്. ഇതിനകത്ത് ഒരു ഉണങ്ങിയ നിലത്തെ ഞാൻ കാണും. അതാ പറഞ്ഞു എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് ജീവിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 94 ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയത് കേട്ടോ. എനിക്ക് 30 വർഷം കഴിഞ്ഞു, 31ാമത്തെ വർഷത്തിൽ കയറി. 94 മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ സാക്ഷ്യം പറയാൻ അറിയത്തില്ല, പാട്ടുപാടാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. പലരും എന്നോട് ചോദിച്ചു നീ എന്തിനാ പോയെന്ന്. ഞാനൊരു വട്ടപൂജയായിരുന്നു. ആദ്യത്തെ പ്രസംഗം 3 മിനിറ്റ് തികച്ചില്ലായിരുന്നു കേട്ടോ. അതാകപ്പാടെ വിറച്ച് നാണം കെട്ടായിരുന്നേ. അതായിരുന്നു ഞാൻ. കൈമുതലായിട്ടൊന്നുമില്ലായിരുന്നു.
വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ദൈവം എന്നെ ഇതുവരെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി കൈമുതലായിട്ട് നിനക്കൊന്നുമില്ലേ? പറയാനൊന്നുമില്ലേ? പരിഹസിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്ദിക്കപ്പെടുന്ന ഒരാളാണോ? ഭയങ്കരമായി റിജക്റ്റഡ് ആണോ? ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് ജീവിക്കാൻ ശീലിച്ചാൽ നിന്റെ റിജക്ഷനുകളെ എന്റെ ദൈവ സെലക്ഷനുകളാക്കും. ബോധ്യമുള്ളവരെ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. റിജക്ഷനുകൾ സെലക്ഷനുകളാകും. നിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് നിന്നെ പ്ലേസ് ചെയ്യും. നിന്നെ മാറ്റി നിർത്താൻ ഒക്കാത്ത വിധത്തിൽ കർത്താവ് നിന്നെ ഉറപ്പിക്കും. ഇത് ചിലരോടുള്ള ഒരു ദൈവവചന വെളിപ്പാടാ. ഒരു ദൂതായിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, ഒരു പ്രവചന ശബ്ദമായി അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അത് അംഗീകരിച്ചോ. നിന്നെ ഒഴിവാക്കി നിർത്തിയ ഇടത്ത് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ ദൈവം നിന്നെ കയറ്റി നിർത്തുന്ന ദിവസങ്ങൾ നിന്റെ മുൻപിൽ വരാൻ പോകുകയാണ്. വിശ്വാസം കൊണ്ട് ജീവിച്ചോണം കേട്ടോ. ഞാനത് പറയുമ്പോ ഈ രാത്രി ഒരു 30 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പ്രസംഗം തുടരും. 30 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ പോവാ. ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞ്, റിജക്റ്റഡാ കർത്താവേ, കൊള്ളത്തില്ലെന്ന് എൻ്റെ കേക്ക് ഒത്തിരി പ്രാവശ്യം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവേ. ഭയങ്കരമായി റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ദൈവമേ എന്നെ ഒന്ന് ഓർക്കണേ. എത്ര പേര് പ്രാർത്ഥിക്കും എന്നെ ഒന്ന് ഓർക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. യാക്കോബിന്റെ കണ്ണിന് ലേയ അനിഷ്ടയാകുമ്പോ ലേയെ നിന്റെ ഉദരത്തെ ദൈവം തുറക്കും. അതാ ദൈവത്തിന്റെ നീതി. പലരുടെയും കണ്ണിന് നിന്നെ കൊള്ളത്തില്ല എന്ന് പറയാൻ തോന്നുമ്പോ നിന്റെ ആ ഹൃദയം പൊട്ടിയുള്ള നിലവിളിയുണ്ടല്ലോ, നിന്നെ ഓർക്കാൻ പര്യാപ്തമായ കാര്യമായി മാറും. ഗ്ലോറി. എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും. 2, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. കേട്ടോ, വിശ്വാസത്തെ തള്ളിപ്പറയാൻ, വിശ്വാസം വിട്ടുപോകാൻ ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുൻപിൽ വന്നു എന്ന് വരാം. പക്ഷെ ഇവിടെ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഈ വാക്യം വേറെ 3 പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ബൈബിളിൽ കാണുന്ന ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാ. പക്ഷെ ഹബക്കുക്ക് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ചലഞ്ചിന്റെ മുന്നിൽ നിന്നാണ് ഇത് പറയുന്നത്. നിങ്ങൾ എന്നോടൊപ്പം വരണം. 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. അതിന്റെ 2-ാമത്തെ വാക്യം തൊട്ടൊന്ന് നോക്കിക്കോ. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിലവിളിക്കും, നീ രക്ഷിക്കാതിരിക്കും. സ്തോത്രം. നീ രക്ഷിക്കാതിരിക്കും എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നത്, പീഡനം വെറുതെ നോക്കുന്നത് എന്തിന് എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളവിടെ ശ്രദ്ധിച്ച്, ഈ മനുഷ്യന്റെ പ്രശ്നം എന്താ? പ്രാർത്ഥിക്കുന്നു പക്ഷെ ഉത്തരമില്ല. പീഡനം അനുഭവിക്കുന്നു പക്ഷെ മറുപടി ഇല്ല. നിലവിളിക്കുന്നു പക്ഷെ രക്ഷയില്ല. ഭയങ്കര ഒരു പ്രതിസന്ധിക്കകത്ത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പ്രശ്നത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കുറെ നാളുകളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ദൈവം മിണ്ടുന്നില്ല, ദൈവം മിണ്ടുന്നില്ല. കുറെ നാളുകളായി പ്രശ്നങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട് ദൈവത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുന്നില്ല, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല.
ഭയങ്കര ചലഞ്ചസിനകത്ത ഈ മനുഷ്യൻ. പക്ഷേ കുറെ ആശയക്കുഴപ്പങ്ങളെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോ ഇദ്ദേഹം പറയുക, എന്റെ പ്രാർത്ഥന കേട്ടില്ലേലും ഞാൻ അനുഭവിക്കുന്ന പീഡനത്തിന് എന്റെ ദൈവം മറുപടി തന്നില്ലേലും, ഞാൻ കടന്നു പോകുന്ന സാഹസങ്ങളെ എന്റെ ദൈവം വെറുതെ നോക്കി നിന്നാലും ഞാൻ വിശ്വാസത്തിൽ ജീവിക്കും. അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? പ്രതീക്ഷിക്കുന്ന സമയത്ത് ചില പ്രാർത്ഥനകളുടെ ഉത്തരം വന്നില്ലെങ്കിലും, ചില കാര്യങ്ങളുടെ മറുപടികൾ കണ്ടില്ലെങ്കിലും ഞാൻ വിശ്വാസത്തിൽ ജീവിക്കും. അവിടെ കൊണ്ട് അത് നിർത്താൻ പറ്റത്തില്ല. ഹബക്കൂക്കിന്റെ പ്രവചനം അവസാനിപ്പിക്കുമ്പോൾ 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോലും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഇങ്ങനെ പറയുന്നവനാ വിശ്വാസത്തിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് റിയൽ ക്രിസ്ത്യൻ ലൈഫ്. മറുപടികളെയും വിടുതലുകളെയും അത്ഭുതങ്ങളുടെയും ആമേൻ ആ റൂട്ടുകളെ ആശ്രയിച്ചല്ല വിശ്വാസ ജീവിതം നിൽക്കുന്നത്. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിക്കും. ഇന്ന് രാത്രി എത്ര പേര് പറയും വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിക്കും? മൂന്നാമതൊരു കാര്യമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, എന്റെ നീതിമാൻ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. ഗ്ലോറി. എന്റെ നീതിമാൻ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. കർത്താവിന്റെ ദാസൻ R.S. വിജയരാജ് എഴുതിയ ഒരു പാട്ടുണ്ട്, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിപ്പാ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിപ്പാ. ഒന്നൂടെ ഇതൊരു ഓർമ്മപ്പെടുത്തല. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിപ്പാ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിപ്പാൻ. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിനായി ജീവിക്കുവാൻ അവിടുന്ന് കനിഞ്ഞ് നമുക്ക് നൽകി തന്ന ഒറ്റ ആയുസ്. ഈ ആയുസ് വിശ്വാസത്തിന് വേണ്ടി, ഒന്നുകൂടെ, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, തളർന്നുപോയ ഒത്തിരി പ്രിയപ്പെട്ടവരുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. ഞാനൊരു 3 മാസത്തിന് മുമ്പ് കാനഡയിലെ ടൊറന്റോയിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. ഒരു കോൺഫറൻസാണ്. ആ മീറ്റിങ്ങുകളുടെ ഒരു സെഷൻ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് ആളുകൾ മുന്നോട്ട് വന്നു. പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു ഫാമിലിയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരൊരു കുഞ്ഞിനെ കൊണ്ടാണ് വന്നത്, 12 വയസ്സുകാരൻ. ഞാൻ അവരോട് ചോദിച്ചു, എന്തോ പറ്റിയത് ഈ മോന്? എന്നോട് പറയുക, പാസ്റ്ററെ, 8ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സൈഡില്ലായിരുന്നു. 8 വയസ്സുകാരന് സ്ട്രോക്ക് വന്നു. 8 വയസ്സുകാരന് സ്ട്രോക്ക് വന്നു. 8 വയസ്സുകാരന് സ്ട്രോക്ക് വന്നു. 4 വർഷം കഴിഞ്ഞു, ഇപ്പൊ 12ആയി. ഇപ്പോഴും ആ കുഞ്ഞിന്റെ കൈ, സ്തോത്രം, ഒരു സൈഡ് ഇല്ല കേട്ടോ. 8 വയസ്സുകാരന് സ്ട്രോക്ക് വരുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നേ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ സെന്ററിന്റെ മീറ്റിങ്ങില് 5 വയസ്സുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു. ബോൺ ക്യാൻസർ ആണ്. ബോൺ ക്യാൻസർ. മജ്ജ മാറ്റി വെക്കണം. നീളമുള്ള ഒരു സൂചി കൊണ്ട്
മജ്ജയ്ക്കകത്തേക്ക് കുത്തിയിറക്കുകയാണ് 5 വയസ്സുകാരന്റെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ വേറൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സ്തോത്രം. വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ വയറ്റിൽ ക്യാൻസറാണ്. ആമേൻ. നാളെ ആ കുട്ടി ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിന് വിധേയപ്പെടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാമായിട്ടും കേടില്ലാത്ത ഒരു ശരീരം നിനക്കുണ്ടെങ്കിൽ കഞ്ഞിയും കപ്പയും കഴിച്ച് തീർക്കാൻ വേണ്ടിയാണെന്ന് കരുതരുത് കേട്ടോ. ഇത് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ നിങ്ങളിൽ എത്ര പേര് പറയും, എനിക്കിനി ഒരു കാലം ഉണ്ടെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. ഇന്ന് രാത്രി മിനിസ്ട്രിക്ക് വേണ്ടി ആമേൻ സമർപ്പിക്കാൻ ഓൾട്ടർ കോൾ തരും കേട്ടോ. ഈ രാത്രി സമർപ്പിക്കണം. സമർപ്പിക്കണം. വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ. പേരുള്ളത് കൊണ്ടല്ല, പ്രസിദ്ധി ഉള്ളത് കൊണ്ടല്ല, പണം കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. ഞാനതിന്റെ ഫൈനൽ വേർഡ് പറയാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്ത വാക്ക് കണ്ടോ? പിന്മാറുന്നു എങ്കിൽ. ഞാൻ പിന്മാറുക എന്ന പദം പഠിച്ചപ്പോ ഹുപ്പോസ്റ്റലോ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹുപ്പോസ്റ്റലോ, പിന്മാറുക. 4 അർത്ഥങ്ങളുണ്ട്. തളരുക, പുറകോട്ട് മാറുക, പിന്മാറുക, പിൻവാങ്ങുക. നമ്മൾ ഈ പിന്മാറുക എന്ന് പറയുമ്പോ പുറകോട്ട് പോകുന്നതിനെ, പിന്മാറുന്നതിനെ, പിൻവാങ്ങുന്നതിനെയാണ് എപ്പോഴും പറയുന്നത്. അതെല്ലാം പിന്മാറ്റമാണ്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലരങ്ങ് തളരുക. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ വലിയ ഹൃദയവേദനയ്ക്കകത്താണ് ഞാനിത് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ആത്മീക ശുശ്രൂഷകളിൽ സജീവമായ പലരും ഇന്നില്ല. ഒരു കാലഘട്ടത്തിൽ ആത്മീക ജീവിതത്തിൽ വളരെ സജീവമായവർ ഇന്നില്ല. സ്തോത്രം. അവര് പറയും, നിങ്ങൾ ജനറൽ കൺവെൻഷൻ നടത്തുവോ? നിങ്ങൾ ജനറൽ ക്യാമ്പ് നടത്തുവോ? നിങ്ങൾ കൺവെൻഷൻ നടത്തുവോ? നിങ്ങൾ യൂത്ത് മീറ്റിംഗ് നടത്തുവോ? എന്നാ വേണേലും നടത്തിക്കോ, പക്ഷെ ഞാനില്ല. അങ്ങനല്ലായിരുന്നു. ചർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മുന്നിലായിരുന്നു. പക്ഷെ ഏതോ ചില സംഭവങ്ങൾ, ഏതോ ചില വാക്കുകൾ അവരെ തളർത്തിക്കളഞ്ഞു. അച്ഛാ, ഇതൊരു തരം പിന്മാറ്റമാ കേട്ടോ. സഹോദരി, എനിക്കറിയാം ഈ ആളുകളെ കാണുമ്പോൾ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് പലര് ഈ മീറ്റിങ്ങിലുണ്ട്. സ്തോത്രം. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ ജീവൻ അങ്ങ് പോവും. സ്തോത്രം. ഞങ്ങളിങ്ങനെ എപ്പോഴും അനുഭവിക്കുന്നവരല്ലേ. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, തളർന്നിട്ടുണ്ടോ? അച്ഛാ, ശുശ്രൂഷ ജീവിതം ഞാൻ 23 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. 23 വർഷമായി പാഴ്സണേജ് താമസിക്കുന്ന പാസ്റ്ററാ ഞാൻ. ഹല്ലേലൂയ. എനിക്കിട്ട് 100 വട്ടം തോന്നിയിട്ടുണ്ട് ചർച്ച് മിനിസ്ട്രി വേണ്ടാന്ന്. ആമേൻ. സമ്മർദ്ദം കൊണ്ട് നമുക്ക് തോന്നിട്ടില്ലേ? 100 വട്ടം തോന്നുന്നു നമുക്ക്. കാരണം നമുക്ക് അത്ര പ്രഷറാ. എന്താ ദൈവമേ, ട്രാക്ട് കൊടുത്താണേലും ജീവിച്ചോളാം, പക്ഷെ ഈ പണി വയ്യ. നമുക്കൊരു ഭാരമൊക്കെ വരാം, പക്ഷെ രാജിവെച്ചിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഈ വിവാഹത്തിനൊക്കെ പ്രസംഗിക്കുമ്പോ പറയും മെന്റലി ഡിവോഴ്സ്ഡ് ആകുക എന്ന്. പലരും ഒരു കൂരയ്ക്കകത്ത് ഒരുമിച്ച് കഴിയുന്നതേ ഉള്ളൂ. ഒരു കലത്തി വെക്കുന്ന ചോറ് കഴിക്കും, സ്തോത്രം. ഒരു ഡൈനിങ് ടേബിൾ ഇരുന്ന് ചപ്പാത്തി കഴിക്കും, പക്ഷെ മെന്റലി ഡിവോഴ്സ്ഡ് ആണ്. ഇതുപോലെയാണ്
ഒത്തിരി ആളുകൾ തളർന്ന് മാനസികമായി പിന്മാറിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ പിന്മാറ്റത്തിന്റെ കെട്ടുപൊട്ടണം കേട്ടോ. ആ തളർച്ചയുടെ കെട്ടുപൊട്ടണം. ഏതോ സഭയിലെ ഒരച്ഛൻ എന്തോ പറഞ്ഞു എന്ന പേരിൽ ശുശ്രൂഷ താഴ്ത്തിവെട്ടിട്ട് ഒളിച്ചോടാൻ നിനക്ക് അനുവാദമില്ല. ഈ തളർച്ചയെ പരിഹരിക്കണം കേട്ടോ. തളർച്ചയെ പരിഹരിക്കണം. ചില വർഷങ്ങൾക്ക് മുമ്പ് കോളിളക്കം ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വേറൊരു സമൂഹത്തിലേക്ക് പോയ ഒരാളോട് ഞാൻ വിളിച്ച് ചോദിച്ചു, അച്ഛാ എന്നാ പണിയാ അച്ഛാ കാണിച്ചേ? പുള്ളി എന്നോട് പറയുക, 2 വർഷമായിട്ട് ഞാൻ പ്ലാനിങ് ആയിരുന്നു പാസ്റ്ററെ. 2 വർഷമായിട്ട് പ്ലാനിങ് ആയിരുന്നു. ലൈവ് ഉള്ളത് കൊണ്ട് മൈക്കിൽ കൂടെ പറയുന്നില്ല, അല്ല പറയാം. ഹല്ലേലൂയ. കാലക്കുട്ടി പ്ലാൻ ചെയ്യുന്നവർ തിരിച്ചു പോകാൻ. പക്ഷെ ഇവിടെ പുസ്തകം പറയുന്ന നിങ്ങൾ അറിയണം കേട്ടോ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല കേട്ടോ. നമ്മൾ ജീവിക്കുന്നത് ദൈവപ്രസാദത്തിലാ. എറണാകുളത്തെ ഏതോ ഒരു മികച്ച ജിമ്മിൽ പോയി 6 പാക്കും 8 പാക്കും ഉണ്ടാക്കിയത് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. ദൈവത്തിന്റെ പ്രസാദത്തിനകത്താ. അല്ലെങ്കിൽ എന്നെ അടിച്ച് ചുരുട്ടിയെടുത്ത് ദൂരെ കളഞ്ഞേനെ. ഹല്ലേലൂയ. ഇന്നലെ പിറവം പെരുവ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചത്. പെരുവയിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ആമേൻ, ഞങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ഒരു ആക്സിഡന്റ് നടക്കുക. കണ്ണിന്റെ മുൻപിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്ര അപകടങ്ങളും അനർത്ഥങ്ങളും നമ്മൾ കണ്ണിന്റെ മുൻപിൽ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ടും എന്തേ നമ്മൾ ജീവനോട് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രസാദ. തളർന്നും മയങ്ങിയും പാതി പിന്മാറിയും ഒക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തെ, നിന്നിൽ നിന്ന് ദൈവപ്രസാദം നഷ്ടപ്പെട്ടു പോകും. വാ, തിരിച്ചുവാ, തിരിച്ചുവാ. പൂർവാധികം ശക്തിയോടെ ഉപയോഗിക്കപ്പെടാൻ മടങ്ങിവാ. സഹോദരിമാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുക. തിരിച്ചുവാ സഹോദരന്മാർ, ദൈവദാസന്മാർ, തിരിച്ചുവാ. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയെയും കുതിക്കുവാനുള്ള കരുത്താക്കി മാറ്റുമ്പോഴാ നമ്മൾ വിജയിക്കുന്നത് കേട്ടോ. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരണം ഓരോ പ്രശ്നങ്ങളിലൂടെയും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. അതിൻ്റെ 2ാമത്തെ പദമുണ്ട്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്മാറുന്നുണ്ടെങ്കിൽ 1 ദൈവപ്രസാദത്തിൽ നിന്ന് പുറത്തു പോകുക, 2 നാശത്തിലേക്ക് പോകുക. യൂദാ പോയതുപോലെ യേശു പറഞ്ഞില്ലേ, നീ എനിക്ക് തന്നവരാരും നഷ്ടപ്പെട്ടിട്ടില്ല. ആ നാശയോഗ്യനല്ലാതെ നാശയോഗ്യൻ ആരും നാശത്തിലേക്ക്. നാശം നരകമാകട്ടോ, നാശം നരകമാണ് കേട്ടോ. നരകത്തിലേക്ക് പോകണ്ട, വാ, മടങ്ങി വാ. എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും, വിശ്വാസത്തിൽ ജീവിക്കും, വിശ്വാസത്തിനു വേണ്ടി ജീവിക്കും. പിന്മാറത്തില്ല. നിർത്തി. പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരൊക്കെ വേഗം കണ്ണുകളെല്ലാം അടച്ചേ, അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ, അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റുകളിൽ എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ.
ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. എല്ലാവരും കൂടെ ചേർന്നത് പാടിക്കുക. അങ്ങേ വിട്ടെങ്ങും പോകയില്ല, പാടുക. ഓ അങ്ങേ വിട്ടെങ്ങും പോക, ഉച്ചത്തിൽ പാടുക. അങ്ങിൽ ചേർന്ന് സത്യസാക്ഷി, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നേ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. കരമൊന്ന് ഉയർത്തി പിടിച്ച് സത്യസാക്ഷിയായി. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ഹൃദയത്തിൽ നിന്ന് പാടിക്കേവോ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. Love you, Jesus. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഒരുമിച്ച് പാടിക്കേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ നേസിக்கிறേ, 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 നേസിக்கிறേ യേശയ്യാ. കണ്ണുനീരോട്, കണ്ണുനീരോട് പഠിക്കോ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, ചേർന്നും ജീവിക്കും. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ചലിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഞാനൊരു കൊച്ചു കാര്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ജോനഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ദൈവ മനുഷ്യൻ ജീവിച്ചിരുന്നു. ജോനഥാൻ എഡ്വേർഡ് ഇതുപോലത്തെ സ്പെക്സ് അല്ല, സോഡാ കുപ്പി പോലത്തെ കണ്ണാടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. ഇത് 2.25 ഇതില്ലെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റും, കുറച്ച് അടുപ്പിച്ച് പിടിക്കണമെന്നൊക്കെ ഉള്ളൂ. പക്ഷെ ജോനഥാൻ എഡ്വേർഡ് സോഡാ കുപ്പി പോലുള്ള സ്പെക്സ് കൊണ്ട് വായിച്ച മനുഷ്യൻ. കണ്ണ് കാണാൻ മേലാത്തത് കൊണ്ട്, ടെക്സ്റ്റ് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വ്യാകരണമില്ലാത്ത ഇംഗ്ലീഷിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പക്ഷെ ഈ ദൈവ മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ നരകത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ട് നരകത്തിൽ വീഴാതിരിക്കാൻ ആളുകൾ തൂണിലൊക്കെ ഇങ്ങനെ പിടിച്ചു കിടക്കുമായിരുന്നു. ആ ദൈവ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ദൈവ മനുഷ്യരുടെയും അല്ലാത്തവരുടെയും തലമുറയെക്കുറിച്ച് ഒരു പഠനം നടത്തുവാൻ തീരുമാനിച്ചു. ജോനഥാൻ എഡ്വേർഡിന്റെ തലമുറയെക്കുറിച്ച് അവർ പഠിച്ചു.
3000-ഓളം വരുന്ന സന്തതി പരമ്പരകൾ. നീണ്ട കാലഘട്ടത്തിനപ്പുറത്ത് നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തൽ എന്താണെന്നറിയാമോ? ഒറ്റ പുകവലിക്കാരൻ ജോനാഥൻ എഡ്വേർഡിന്റെ കുടുംബത്തിലില്ലായിരുന്നു, ഒറ്റ മദ്യപാനി ഇല്ലായിരുന്നു, ഒറ്റ പിന്മാറ്റക്കാരനില്ലായിരുന്നു, ഒറ്റ ക്രിമിനൽ ഇല്ലായിരുന്നു, ഒറ്റ പോലീസ് കേസ് ഉള്ളവനില്ലായിരുന്നു, വിദ്യാഭ്യാസം ഉഴപ്പിപ്പോയ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. ഇന്ന് രാത്രി ഈ യോഗ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ 2 മക്കളെന്ന് മാത്രമല്ല, കൊച്ചുമക്കൾ, ഹല്ലേലൂയ, അവരുടെ മക്കൾ, കണ്ടിട്ടില്ലെങ്കിലും അവരുടെ സന്തതികൾ. കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോ ഇതാ ഞാനും എനിക്ക് തന്ന മക്കളുമെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുമ്പോ എന്റെ തലമുറയുടെ കൂട്ടത്തിൽ ഒരു പിന്മാറ്റക്കാരൻ ഉണ്ടാകരുതേ കർത്താവേ. എത്ര പേര് പ്രാർത്ഥിക്കും? ഒന്ന് പ്രാർത്ഥിച്ച്. റജിപ്പാസ്റ്റർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ജോൺസൺ സാറിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. എന്റെ സന്തതി പരമ്പരകളിൽ കർത്താവേ ഒരൊറ്റ പിന്മാറ്റക്കാരൻ വരരുതേ. ഒരു മദ്യപാനി എന്റെ സന്തതി പരമ്പരകളിൽ ഉണ്ടാവല്ലേ കർത്താവേ. ഒരു പിന്മാറ്റക്കാരൻ, ഒരു ക്രിമിനൽ എന്റെ സന്തതി പരമ്പരകളിൽ ഉണ്ടാകരുതേ. ദൈവകൃപ വിട്ടുപോകുന്ന ഒരുത്തൻ എന്റെ സന്തതി പരമ്പരയിൽ ഉണ്ടാകല്ലേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്. എനിക്കറിയാം ഇന്ന് രാത്രി ദൈവം ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവം ഇറങ്ങി ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ, ശീമോനെ, സാത്താൻ നിങ്ങളെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളിൽ, ചില തലമുറയിൽ സാത്താന്യ മണ്ഡലങ്ങൾ അവകാശവാദം പറഞ്ഞു വെച്ചിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചു പിടിക്കട്ടെ. കരങ്ങളടിച്ച് പോരാടി പ്രാർത്ഥിച്ച്. എന്റെ തലമുറയെ രക്ഷിച്ചു കൊള്ളണേ കർത്താവേ. എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കൊച്ചുമക്കളെ, എന്റെ മക്കളുടെ മക്കളെ കൃപയിൽ നിർത്തണേ. ഈ ക്യാമ്പിലേക്ക് കയറി വന്നപ്പോ ഇങ്ങനൊരു പ്രാർത്ഥന നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ നീതിയാണ്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ച തലമുറകളുടെ മേൽ ദൈവത്തിന്റെ നീതിയുടെ കരം ചലിക്കും. അഭിഷേകത്തിൽ പ്രാർത്ഥിച്ച് കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ആരാധിക്കുന്നെങ്കിൽ നന്നായി ആരാധിച്ച്, പ്രാർത്ഥിക്കുന്നെങ്കിൽ നന്നായി പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ നന്നായി ശബ്ദമുയർത്തി. യേശുവിന്റെ നാമത്തിൽ ഒരു മിലിറ്ററി, ആമേൻ, ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ എന്താണ് അവരുടെ ശരീരഭാഷ, അതുപോലെ വന്ന് നിന്നേ. ഇതൊരു പോരാട്ടമാണ്. ഭയങ്കര ദൈവപ്രവർത്തി ഉൽപാദിതമാകട്ടെ. ഭയങ്കര അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഉളവാകട്ടെ. അത്ഭുതകരമായ ദൈവിക കരുതലുകൾ ഇപ്പോൾ ചലിക്കട്ടെ. അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചോ, സഹോദരിമാർ പ്രാർത്ഥിച്ചോ, ആമേൻ, കുടുംബസ്ഥരായവർ പ്രാർത്ഥിച്ചോ, പിതാക്കന്മാർ പ്രാർത്ഥിച്ചോ, മാതാക്കൾ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ വിഴുപ്പ് ഭാണ്ഡം പോലെ പിശാച് കെട്ടിവെച്ച പിന്മാറ്റങ്ങളുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഇത് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാ. ചിലരെ ദൈവം പിടിച്ച് തൻ ദൈവകൃപയോട് അടുപ്പിക്കുന്ന രാത്രിയാ. ചിലരുടെ മേൽ ഏലിയാവിൽ നിന്ന് പുതപ്പ്,
മേശയുടെ മേൽ വീണതുപോലെ ചിലരുടെ മേൽ പുതപ്പുകൾ വീഴുന്ന രാത്രി. Sakaba Sakaba Rakaba Rantama Sakatana Rakamana Ratamal Shantima Sikidimini Rikadama Segatini. ഞാൻ നിന്നു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു. വളരെ ഗൗരവമേറിയ ചോദ്യം. എനിക്കൊരായുസുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന് വേണ്ടിയായിരിക്കും. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? വിശ്വാസത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, വിശ്വാസത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. വിശ്വാസത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ ഫെയ്ത്തിനെ ഇളക്കാൻ ഒന്നിനും അനുവദിക്കല്ലേ. ഉറച്ചു നിൽക്കുവാനുള്ള കൃപ തരണമേ. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അകലം വിട്ടു പോയിടാതെ ഒരു പടിയും കൂടെ അടുക്കാൻ. അകലം വിട്ടല്ല, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. കർത്താവേ ഈ ജനത്തെ ഉറപ്പിക്കണേ. കർത്താവേ ഉറപ്പിക്കണേ. കരങ്ങൾ താഴ്ത്തിയിട്ടെ. രണ്ടാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, കരം താഴ്ത്തിയിട്ടെ, കരം താഴ്ത്തിയിട്ടെ, കരം താഴ്ത്തിയിട്ടെ പ്ലീസ്. അടുത്ത ചോദ്യം. എനിക്ക് മിനിസ്ട്രിയിൽ എനിക്ക് പ്രയോജനപ്പെടണം. ഇനി എനിക്കൊരായുസുണ്ടെങ്കിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നിലവിലെ പാസ്റ്റേഴ്സ് അല്ല, ഇപ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷാ ജീവിതം എനിക്ക് ആഗ്രഹമുണ്ട്. കരം ഉയർത്തിപ്പിടിച്ചേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. ഓ, ഇത് ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയാണ്. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ച ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ തീരുമാനത്തിന് മേലെ യേശു ക്രിസ്തുവിന്റെ മുദ്ര ഇപ്പോൾ വീഴട്ടെ. ഒന്നും അവരെ പുറകോട്ട് കൊണ്ടുപോകരുത്. ഈ ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കണമേ. നൂറുകണക്കിന് സഭകളുമായി, ആയിരക്കണക്കിന് ദൈവജനവുമായി ഓരോ വർഷവും ഇത് പെരുകട്ടെ. ദൈവസഭ പെരുകട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഫലപൂർണമായി ദർശന പൂർത്തീകരണത്തിൽ ദൈവസഭയെ നിർത്തണമേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ തന്നെ.